നിത്യവഴുതന എന്ന് മലയാളത്തിലും ക്ലോവ് ബീൻസ് എന്ന് ഇംഗ്ലീഷിലും മൂക്കുത്തി അവര എന്ന് തമിഴിലുമൊക്കെ അറിയപ്പെടുന്ന ഒരു പച്ചക്കറിയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് നേരെ ഗാർഡനിലേക്ക് പോയാലോ. വെൽക്കം ടു ജയ്ജൂസ് ഹോം വീഡിയോസ്. ഈ പച്ചക്കറി കുറിച്ച് പഴഞ്ചനായതിനാൽ പുതിയ തലമുറയ്ക്കൊന്നും അത്ര പരിചയമുണ്ടാവില്ല. പഴമക്കാർ ഇതിനെ നിത്യവഴുതന എന്ന് വിളിക്കാൻ കാരണം വർഷത്തിൽ എല്ലാ ദിവസവും, അതായത് നിത്യവും ഫലം തരുന്നതുകൊണ്ടാണ് ഇതിനെ നിത്യവഴുതന എന്ന് വിളിക്കുന്നത്. ഈ പച്ചക്കറിയുടെ വിത്ത് നടുമ്പോൾ മണ്ണിനോടൊപ്പം സ്വല്പം കമ്പോസ്റ്റ്, ചാണകപ്പൊടി, സ്വല്പം ചകിരിപ്പൊടി എന്നിവയെല്ലാം ചേർത്ത് കൊടുക്കണം. വിത്ത് നട്ട് 2-3 ആഴ്ചയ്ക്കുള്ളിൽ അത് മുളച്ചു തുടങ്ങും. ഇത് പന്തലിലും മറ്റും പടർന്നു കയറി വളരുന്ന ഒരു ചെടിയാണ്. അതുകൊണ്ട് തൈ വളർന്നു തുടങ്ങുമ്പോൾ അവയ്ക്ക് കയറുവാനായി കമ്പുകൾ കുത്തിക്കൊടുക്കുകയോ കയറ് കെട്ടിക്കൊടുക്കുകയോ ഒക്കെ വേണം. കുറച്ച് ജൈവവളമൊക്കെ ഇട്ട് പരിചരിച്ചാൽ കൃഷി സാവകാശം പന്തലിലേക്ക് കയറാൻ തുടങ്ങും. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ അത് പൂവിട്ട് തുടങ്ങുകയും കായകൾ ഉണ്ടാവാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇതിൻ്റെ പൂ വിരിഞ്ഞ് പൊഴിഞ്ഞു പോയതിനു ശേഷം ആ പൂവിൻ്റെ തണ്ടാണ് നാം പച്ചക്കറിയായിട്ട് ഉപയോഗിക്കുന്നത്. സാധാരണ പച്ചക്കറികൾക്കുണ്ടാവുന്നത് പോലെയുള്ള യാതൊരു കീടശല്യങ്ങളും ഈ ചെടിക്കുണ്ടാവാറില്ല. എല്ലാ ദിവസവും നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ ഈ ചെടിയിൽ നിന്ന് ലഭിക്കുന്നു. ഈ പച്ചക്കറിക്ക് നാം സാധാരണ ഉപയോഗിക്കുന്ന ഗ്രാമ്പൂവിൻ്റെ രൂപവുമായി സാദൃശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഇംഗ്ലീഷിൽ ക്ലോവ് ബീൻസ് എന്ന് വിളിക്കുന്നത്. ഒത്തിരി പോഷകമൂല്യമുള്ളതും വലിയ പരിചരണമൊന്നും ആവശ്യമില്ലാത്തതുമായ ഈ പച്ചക്കറി പരിചയമില്ലാത്തവർ എവിടെ നിന്നെങ്കിലും കുറച്ച് വിത്ത് വാങ്ങി കൃഷി ചെയ്ത് ഒന്നുണ്ടാക്കി കഴിച്ചു നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും. ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി നാം വീണ്ടും കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.